ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറഞ്ഞാൽ MRC റാംബോ വേഴ്സസ് KVA ഇഷ്യൂ ഇപ്പോൾ 2 ദിവസമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഗെയിമിലുണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂ ഇതപ്പോൾ ഭയങ്കരമായിട്ട് പേഴ്സണൽ രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഭയങ്കര റിവ്യൂളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പേഴ്സണൽ രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തായാലും കൂടുതലായിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. നിങ്ങൾ അവരുടെ ലൈവൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ആൻഡ് അതിനുശേഷം നമുക്ക് കാസ്ട്രോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാസ്ട്രോയുടെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. KVAയിലെ 3 പ്ലേയേഴ്സിനെ, മൈക്കി, പൃഥ്വി, ലെക്സി തുടങ്ങിയുള്ള 3 പ്ലേയേഴ്സിനെ KVAയിൽ നിന്നും പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് കാസ്ട്രോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റോറി നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്തായാലും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കാസ്ട്രോ ലൈവിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. ആൻഡ് ഈ ഒരു ഇഷ്യൂവിന് ശേഷം വീണ്ടും നമുക്ക് MRC വേഴ്സസ് KVA ഇഷ്യൂ കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി KVAയിലെ ഒരു പ്ലെയറായുള്ള KVA മൈക്കിനെ MRCയിലേക്ക് എടുക്കാനായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും KVAയിൽ അടുത്തൊരു പ്ലെയറിനെയും കൂടിയും MRC എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളെ KVA ഹിറ്റ്മാൻ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് അവരുടെ ഒരു POV ഒന്ന് കണ്ടു നോക്കാം. ലാസ്റ്റ് മാലിക്കിനെ അവരെടുത്തല്ലോ. മാലിക്കിനെ അവരെടുത്തപ്പോഴും മാലിക് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഷെയ്ക്കിൻ്റെ അടുത്ത്, ഞാനും ഹോക്കി, അമ്മായി, ഡ്രാഗൺ, വർക്കിച്ചൻ, ഇത്രയും പേര് ഷെയ്ക്കുമായിട്ട് പോയി. ഷെയ്ക്കിൻ്റെ VC തന്നെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഷെയ്ക്കിൻ്റെ അടുത്ത് ഞാൻ പോയപ്പോൾ തന്നെ പറഞ്ഞതാ, അതായത് ഇവിടുന്ന് പ്ലേയേഴ്സിനെ വലിക്കുന്ന പരിപാടി നിർത്തിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. ഞാൻ ഓപ്പണായിട്ട് ഷെയ്ക്കിൻ്റെ അടുത്ത് അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഷെയ്ക്കും പറഞ്ഞ് മാലിക്കിനെ വലിച്ചത് പോട്ടെ, അത് സീനൊന്നുമില്ല, നമ്മൾ ഓക്കെ പറഞ്ഞു, ഓക്കെ നിങ്ങൾ എടുത്തു, ഇനി ഇങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞതാ. പക്ഷെ ഇപ്പോഴും അവര് മറ്റേ ഈ ഒരാള് എന്ന് വെച്ചാൽ ഒരാളെ എങ്ങനെയൊക്കെ ഈ മറ്റേ ഒരു ഗ്യാങ്ങിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ അതാണ് അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ക്വാർട്ടർ ബ്രേക്ക് എടുത്ത് പോയെന്ന് പറഞ്ഞില്ലേ, ക്വാർട്ടറിൻ്റെ അടുത്ത് പോയിട്ട് മറ്റേ അവൻ എന്തൊക്കെയോ വലിയ ഓഫർ ചെയ്തിട്ട് അവനെ ബൂട്ട് ക്യാമ്പോ എന്തോ ND ഒക്കെ കാണിച്ചിട്ട് അവനെ എന്ന് വെച്ചാൽ അവനെയും കൂടി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവന്മാരിന്ന്. അന്ന് നമ്മൾ VC പോയി സംസാരിച്ചപ്പോഴും നല്ലപോലെ മാനിയായിട്ട്, മീൻസ് നല്ല മാനിയായിട്ടായിരുന്നു സംസാരിച്ച. പുള്ളി തിരിച്ചിങ്ങോട്ട് മാനിയായിട്ട് സംസാരിച്ച. അന്ന് പുള്ളി പറഞ്ഞത് നമ്മൾ ഒരിക്കലും വിളിക്കത്തും ഇല്ല, അങ്ങനെ വിളിച്ചതും അല്ല, ഞാൻ ആകപ്പാടെ മാലിക്കിന് 1 വട്ടോ 2 വട്ടോ വിളിച്ചിട്ടുള്ളൂ, പിന്നെ അവന്റെ ഇതുകൊണ്ടാണ് വന്നത് എന്നുള്ള രീതിക്ക് അതന്ന് പറഞ്ഞ് നമ്മൾ അന്ന് ഓക്കെ വിട്ടു. നമ്മൾ പിന്നെ ആ ഒരു ടോപ്പിക്കിൽ പോയിട്ടും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവർ പറഞ്ഞ് നമ്മൾ ഇനി ഒരിക്കലും നമ്മളും അറിയാം, നമ്മൾ ഡൗൺ ടൈമിൽ വന്നതാണ്, അവർ ഡൗൺ ടൈമിൽ വന്നതാണ്, അപ്പൊ നമ്മൾ അതേപോലെ ഇതാക്കാൻ സമ്മതിക്കത്തില്ല, ഇല്ല ഇവിടെ നിന്ന് ഒരു പ്ലെയറിനെ വിളിക്കത്തും ഇല്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഇന്നാണ് അറിയുന്നത് ഈ ഒരു കാര്യമൊക്കെ. ഇത് പറഞ്ഞു ബാക്കി അല്ല, നമ്മൾ സത്യത്തിൽ മിണ്ടാതിരിക്കുകയായിരുന്നു ഇത്രയും നാളും. മിണ്ടാതിരിക്കുക വേണ്ട, പ്രശ്നം വേണ്ട. പിന്നെ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവര് എന്തെറിഞ്ഞിട്ട് ഈ മറ്റേ എന്ന് വെച്ചാൽ അങ്ങ് തകർക്കാൻ നോക്കാം മൊത്തത്തിലേ. എന്നിട്ട് പുറത്ത് അവരകത്ത് വന്നിട്ട് സിറ്റുവേഷൻ വേണ്ട ഇങ്ങനെ പറയും. എന്നിട്ട് പുറത്ത് ഒരു 2-3 പേര് എന്നിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും മറ്റേ ഇന്നലെ സിറ്റുവേഷൻ ഇവന്മാർ എടുക്കാത്ത പോലും പുറത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. സിറ്റുവേഷൻ ഇതൊന്ന് ഡ്രോപ്പ് ആക്കാൻ പറ്റുമോ, അതായത് നമുക്ക് അവർക്ക് അടിക്കാനോ ഒന്നിനും താല്പര്യമില്ല, ഡ്രോപ്പ് ആക്കുക എന്നുള്ള രീതിക്കാണ് പുറത്ത് സംസാരിക്കുന്നത്. അപ്പം നമ്മളും അകത്ത് അങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് അവർ ചെയ്യുന്നത് പുറത്ത് ലൈവിൽ ഇരുന്നിട്ട് ഹേറ്റ് ചെയ്യുക. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടറെ പറയും, നിനക്ക് എന്തൊക്കെയാ നിന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞോ. എന്നെയോ? ഇതാണോ, ലൈവാണോ? എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കൊറേ ഓഫേഴ്സ് കൊടുത്തായിരുന്നു. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങള് സെറ്റ് ചെയ്യാ, നീ ഇങ്ങോട്ട് വന്നാ മതി. ആൾറെഡി ആരോന്റെ പേര് പറഞ്ഞ് എന്നെ ആൾറെഡി നോക്കി വെച്ചായിരുന്നു, അങ്ങനത്തെ പറഞ്ഞായിരുന്നു. ഓഫറിങ്സ് ആണെങ്കിൽ യൂട്യൂബിന്റെ കാര്യം സെറ്റ് ആക്കാൻ എനിക്ക് മന്ത്ലി അങ്ങനത്തെ റവന്യൂ കിട്ടും. പിന്നെ അവർമാരെന്തോ ബൂട്ട് ക്യാമ്പ് സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്തോ പറഞ്ഞ്, അവിടെ വേണമെങ്കിൽ വന്നോ, എല്ലാം സെറ്റ് ആക്കാം, എനിക്ക് ഫണ്ട് ഇഷ്യൂ ഉണ്ടല്ലോ, അത് സെറ്റ് ചെയ്ത് തരാണ്, അങ്ങനത്തെയാണ് പറഞ്ഞത്. അതായത് ഷെയ്ക്ക് ഇതേപോലെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ബിലാലാണ്. ബിലാൽ പറഞ്ഞത് ഷെയ്ഖാണ് നിന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ആ ഒരു സംഭവം അത് പറയണമെന്ന് തോന്നി. പുറത്ത് മറ്റേ അകത്ത് ഇതേപോലെ ഈ സ്നേഹത്തോടെ സംസാരിച്ചിട്ട് ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇനിയും അങ്ങനെ നിൽക്കാൻ ഒരു കാര്യം പറയാൻ, പൃഥ്വി അന്ന് മണി ടോക്സ് എന്ന് പറഞ്ഞ ഇതിട്ടപ്പോ, അതായത് സ്റ്റോറി ഇട്ടപ്പോ അന്ന് ഇവര് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. നിങ്ങൾ MRCയിലെ ഒരു പ്ലെയറിനെ കാണിച്ച, ഞങ്ങൾ പൈസ കൊടുത്ത് ഇറക്കിയ ഒരു പ്ലെയറിനെ കാണിച്ച, ഞങ്ങൾ പൈസ കൊടുത്ത് ഇന്നേ വരെ ഒരാളെ പോലെ അതിനകത്ത് എടുത്തിട്ടില്ല, ഞങ്ങൾ വിളിക്കാൻ പോകുന്നുമില്ല, അങ്ങനെ വിളിക്കാനാണ് ഞങ്ങൾ മുമ്പേ ചെയ്തേന്നു, ഇനി ഞങ്ങൾ എടുത്താൽ തന്നെ അങ്ങനെ കുറെ ടോക്കൊക്കെ പറഞ്ഞിരുന്നു.
പക്ഷെ ആ ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ഇന്നലെ ഇന്നലെ വന്നിട്ട് കോട്ടന്റെ അടുത്ത് ഈ സംസാരിച്ചിട്ട് പോയത്. ഇത് ലൈവിലും പറഞ്ഞ കാര്യമാണ്, നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് നമ്മൾ സംസാരിച്ച് ഇത് നമ്മളന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ, മാലിക്കിന്റെ കേസ് സോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അന്നും പറഞ്ഞ ഷെയ്ക്ക് പറഞ്ഞ കാര്യമാണിത്, ഈ സെയിം സംഭവം. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് വേറെ വർത്താനം പറയുന്നത്. അതുകൊണ്ടപ്പോൾ നമ്മൾ കുറെയൊക്കെ നമ്മൾ മാക്സിമം ഒന്നും വേണ്ടല്ലോ, നമ്മളായിട്ട് ഒന്നിനും സ്റ്റാർട്ട് ചെയ്യണ്ട, ഒന്നും പിന്നെ നമ്മളായിട്ട് ഹേറ്റ് വേണ്ട. ഇനി ഇപ്പൊ നിങ്ങൾക്ക് KV ആരെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാരെയും VC വിളിച്ചിട്ട് ചോദിക്കാം, വരാൻ താല്പര്യമുള്ളവർ നിങ്ങൾ മറ്റേ ഇത്ര ലക്ഷം കൊടുത്തു വേണോ വേണമെങ്കിൽ എടുത്തോ, എടാ എല്ലാരും ഒന്ന് VC വിളിച്ചേ, എല്ലാരും അങ്ങനെ ആർക്കെങ്കിലും പോകാൻ താല്പര്യമുള്ളവരുണ്ട് ഇപ്പൊ പറഞ്ഞോട്ടെ, ഇറങ്ങിക്കോട്ടെ. നമ്മള് മറ്റേ റീബിൽഡ് ചെയ്ത് വന്നതാ, ഇച്ചിരി മുന്നേ ഇച്ചിരി ഇതായിട്ട് അത് ഇച്ചിരി ഡൗൺ ആയിരുന്നു, അത് കഴിഞ്ഞ് റീബിൽഡ് ചെയ്ത് വന്നതാ. അപ്പൊ അതിൽ നിന്ന് തന്നെ അവർക്ക് മറ്റേ ഓരോ വണ്ടികൾ കാണിച്ച് ഇത് വിളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ, എടാ എല്ലാരെയും ഒന്ന് VC വിളിച്ചേ, എല്ലാരെയും. ആൻഡ് ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ MRCയുടെ കോലീഡറുള്ള ഷെയ്ക്ക് എന്നുള്ള ലൈവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. KVA കോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്, ഒരു തമിഴ് പ്ലെയറാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ്, കുഴപ്പമില്ലാത്തൊരു നല്ല പ്ലെയറാണ്, സിറ്റിയിലുള്ള നല്ലൊരു പ്ലെയറാണ്. അപ്പം പുള്ളിനെ നമ്മൾ MRCക്ക് റിക്രൂട്ട്മെൻറ്റ് ചോദിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ കറൻ്റ്ലി KVA-നായിട്ട് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കറൻ്റ്ലി ഇന്നത്തെ വിഷയമാട്ടോ പറയണത്. ഇന്നലെ വരെ മറ്റേ മൈക്കിൻ്റെയും റാംബോൻ്റെയും കേസായിരുന്നു, അതിൻ്റെ തൊട്ട് മുമ്പ് മാലിക്കിൻ്റെ കേസായിരുന്നു, അതിൻ്റെ തൊട്ട് മുമ്പ് ഈ പറയുന്ന മാതിരി ഷമീർ എന്തോ ഒരു പെൺകുട്ടിനോട് സംസാരിച്ച് ബാഡായി എന്നുള്ള രീതിയിലുള്ളൊരു വിഷയമായിരുന്നു. അപ്പോൾ കറൻ്റ്ലി ഇപ്പം ഡെയിലി മിനിമം എന്തെങ്കിലും ഒരു സാധനം KVA-നായിട്ട് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പം അതിൽ നമ്മളെ ഓഡിയൻസിനോടൊക്കെയാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇതൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ നടക്കുന്നതാണ്, മനസ്സിലായോ? അപ്പം ഇത് നമുക്ക് എങ്ങനെയും സോർട്ട് ഔട്ട് ചെയ്യണം, അല്ലാതെ ആരും KVA-നോട് ഹെയ്റ്റോ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം എന്താണെന്നുണ്ടെങ്കിലും. പിന്നെ ഇതിൽ ഇന്ന് ലൈവ് ഇട്ട് പറഞ്ഞതിൽ ഈ പറയുന്ന പോലെ പിന്നെ റാംബോനെ ഒരു കാര്യം പറഞ്ഞു, അത് ഇന്നലെ റാംബോ അതേമാതിരി തന്തക്ക് വിളിച്ചുകൊണ്ട് ഇന്ന് ഓരോ ലൈവ് കയറിയാണ്ട് തന്തക്ക് വിളിച്ചു. അതിലെനിക്ക് പേഴ്സണലി ഒന്നും പറയാനില്ല, അത് ഓരോ തമ്മിൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഇനി റാംബോൻ്റെതായ രീതിക്കായിരിക്കും മേ ബി റിയാക്ട് ചെയ്യുക, അതിലെനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിവേ എനിക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്ന് KVA ക്വാർട്ടറിനെ നമ്മൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു കാര്യത്തിന് നമ്മൾ വിളിച്ചിരുന്നു, അഥവാ KVA ക്വാർട്ടർ കളി നിർത്തുകയാണ്, KVA-ന്ന് ഇറങ്ങുകയാണ്, അഥവാ മൊത്തത്തിൽ കളി നിർത്തുകയാണ്, ഓനെന്തോ കുറച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് ഓൻ്റെ ബിസിനസ്സൊക്കെ ക്യാരി ചെയ്ത് പോകണം, ഓനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഓൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നമ്മൾ KVA ക്വാർട്ടറിനെ നമ്മളെ MRCക്ക് വെൽക്കം ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ വെൽക്കം ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ബിലാൽ നമ്മളെ ഗ്യാങ്ങിലുള്ള ബിലാലാണ് സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിലാലാണ് റിക്രൂട്ട്മെൻറ്റ് വിങ്ങൊക്കെ നോക്കുന്നത്, അഥവാ നല്ല പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുവന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതൊക്കെ ബിലാലാണ് കാര്യമായിട്ട്. അതിൻ്റെ അപ്രൂവൽ ഞാനും മാക്കും കൂടിയും തീരുമാനിച്ചുകൊണ്ട് ഞാനും മാക്കും ഈ പറയുന്ന VC-യിൽ വന്നിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, നമുക്ക് ബോധ്യപ്പെട്ട് നമുക്ക് ഓക്കെയാണ് തോന്നുന്ന പ്ലേയേഴ്സിനാണ് നമ്മൾ സാധാരണ ഗ്യാങ്ങിൽ റിക്രൂട്ട്മെൻറ്റ് എടുക്കാറ്. അപ്പം ബിലാൽ ഇതേപോലെ സജസ്റ്റ് ചെയ്തൊരു പ്ലെയറാണ് കോട്ടറിൻ്റെ കേസിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചു. അപ്പം കറൻ്റ്ലി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഓനെ എടുക്കുക എന്ന് കരുതിയിരുന്നു. അപ്പം ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ബിലാലും കൂടി വേണം. ക്വാർട്ടറിന്റെ ലൈവ് കണ്ടായിരുന്നു, അപ്പൊ ലാസ്റ്റ് ലൈവില് സൈനിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ലൈവ് ഇട്ടിട്ടുണ്ട് ക്വാർട്ടർ. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു, ഞാനും ക്വാർട്ടറും ACT എന്ന് പറഞ്ഞൊരു ഗ്യാങ്ങിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ള, ഞാൻ അവിടെ കോ ലീഡർ ആയിരുന്നു, ക്വാർട്ടർ അവിടെ മെമ്പർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഒരുമിച്ച് കളിച്ചിട്ട് നല്ല പരിചയമുള്ള പ്ലെയറാണ് അവൻ, നല്ല അടിപൊളി മനുഷ്യനാണ്. കാരണം നല്ല ഒരു തമിഴ് പ്ലെയർ ആണെങ്കിൽ കൂടി നല്ല രീതിയിൽ മലയാളം സംസാരിക്കണം, കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും നല്ല കംഫർട്ടായിട്ടുള്ളൊരു തമിഴ് പ്ലെയർ ആവാൻ. ഞാൻ അവനെ വിളിച്ചു, കോട്ടറ എന്താണ് RP എല്ലാം നിർത്താണ് കേട്ടല്ലോ. അപ്പോൾ അവൻ പറഞ്ഞ അവൻ RP നിർത്താണ്, എന്താ KVA-യിൽ ഓൾറെഡി അവൻ സംസാരിച്ചിട്ടുണ്ട് ലീവ് ചെയ്യാണെന്നുള്ളത്, അതായത് സ്ലോട്ടിൽ നിന്ന് ഒഴിവാക്കും സൂണ്, അപ്പോൾ അവൻ്റെ ബിസിനസ് കാര്യങ്ങളെല്ലാമായിട്ട് വേറൊരു പരിപാടിയിലോട്ട് മാറാണെന്ന് പറഞ്ഞു. ബിലാൽ പറഞ്ഞപ്പോൾ ആടെന്ന് നീ വിളിച്ചു നോക്ക്, നിനക്ക് അങ്ങനെ സ്പേസ് ഉണ്ട്, നിനക്ക് സംസാരിക്കാനുള്ള കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ നീ സംസാരിച്ചോ എന്നാണ് ഞാൻ ബിലാലോട് പറഞ്ഞത്. അത് ബിലാൽ വിളിച്ചു. ഇപ്പം അവൻ വിളിച്ചപ്പോൾ അവന് വരാൻ നല്ല ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഓൻ പറഞ്ഞത്. അല്ലടാ ക്വാർട്ടർ അങ്ങനെയല്ലേ പറഞ്ഞത് നമ്മളോട്?
അഥവാ ഓന് വരാൻ ആഗ്രഹമുണ്ട്, ഓന് കുറച്ച് ഫാമിലി ഇഷ്യൂസ് എല്ലാം ഉണ്ട്. അപ്പം ഓനോന്റെ ബിസിനസ് ഫാമിലി ഇഷ്യൂസ് ഒന്നും പറഞ്ഞില്ല. അഥവാ ഓന് എന്താ പറയാ ഇങ്ങനെ ആഗ്രഹമുണ്ട്, ബിസിനസ് റൺ ചെയ്യാ എന്തോ ഗ്യാപ്പ് എടുക്കുകയാണ്, ഈ പറയണ പോലെ ഗെയിം നിർത്തുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം മോനോട് RP നിർത്താണ്, എന്റെ അടുത്ത് പറഞ്ഞതാണ് RP നിർത്താണ്, അവൻ ബിസിനസ്സിലോട്ട് ഫോക്കസ് ചെയ്യാൻ പോവാ എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ നിനക്ക് RP കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ MRCയിലേക്ക് വരാം, നീ KVന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ MRCക്ക് വരാം, നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ, നിനക്ക് ഇവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. അതായത് അവന് നമ്മള് ത്രൂ ഒരു നല്ലൊരു ഫ്യൂച്ചർ കിട്ടുകയാണെങ്കിൽ സാത്താൻ കളി നിർത്തി പോവല്ലേ, പിന്നെ എങ്ങനെയാണ് MRCക്ക് വരുന്നത് ബ്രോന്നോ? എടാ അതാണ് പറഞ്ഞത്. ഓന് ഞാനെടാ ബിലാല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണം, അല്ലാതെ അത് പറ്റൂല. അതുകൊണ്ട് ഇങ്ങനെ മുറിച്ച് വെക്കല്ലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഇവരിങ്ങനെ ഇത് എന്തെങ്ങനെ ഗ്യാപ്പ് ഇട്ട് പറയണെന്ന് തോന്നുന്നു. ഞാൻ അറിഞ്ഞത് വെച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ അങ്ങനെ വെറുതെ നുണ പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ സത്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ബിലാലെ. സത്യം പറഞ്ഞു വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. എങ്ങനെ തിരിച്ച് MRCക്ക് വരുന്നതോ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ KVന്ന് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ എങ്ങനെ MRCക്ക് വരുന്നത് എന്നുള്ളത് ചോദിച്ചതുകൊണ്ട് പറയാണ്. ഓനക്ക് ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ട്, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് കണ്ടിട്ട് തന്നെയാണ് ഓനക്കത് താല്പര്യം ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓന് MRC കയറാൻ താല്പര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഓന് അവിടെ ചെന്ന് സംസാരിക്കുന്നത്. ഇത് ഓപ്പണായിട്ട് ഞാൻ പറയുമ്പില്ല, എനിക്കത് ഇനി പറയാതൊക്കെ പറ്റില്ല. കാരണം ഇത് വലിയ കോൺട്രവേഴ്സിക്ക് പോകും. കോൺട്രവേഴ്സിക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ സൈഡ് ക്ലിയർ ആക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമുക്ക് MRCക്ക് അത് ഹെയ്റ്റ് വരും. അതുകൊണ്ട് അത് പറയാതൊക്കെ പറ്റില്ല. KVA ഉള്ള ആൾക്കാരും കൂടി ഇതിലുണ്ട് ചാറ്റിൽ. ഇത്ര ചാറ്റൊന്നും നമുക്ക് വരാറില്ലല്ലോ. അപ്പം KVA ഉള്ള ആൾക്കാരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഈ പറയുന്ന ഓനക്ക് സത്യം പറഞ്ഞാൽ MRCയിൽ കളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അത് ഓൻ ചെന്നാണ്ട് അവിടെ സംസാരിച്ചപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ സാലറി ഓഫർ ചെയ്തു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് എനിക്ക് കോള് വന്നു. അതാരാ വിളിച്ചതെന്ന് ഞാൻ പറയണില്ല. ലൈവ് മ്യൂട്ട് ചെയ്യണോ? ഇല്ലല്ല, ഞാൻ ലൈവാ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ മേക്കെ. അപ്പം എനിവേ ഓനെ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. അഥവാ ഓനെ വിളിക്കാനുള്ള റീസൺ ഓൻ ഗെയിമിൽ നിന്ന് നിർത്തി പോവാണ്, ഓൻ KVന്ന് ഇറങ്ങി പോവാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലാതെ KVയിൽ നിൽക്കുന്ന ഒരു പ്ലെയറിനല്ല നമ്മൾ വിളിച്ചത്. ഓൻ ഇറങ്ങാണ് എന്നുള്ളത് അറിഞ്ഞതിൻ്റെ പുറത്ത് ബിലാൽ അതിനോട് വന്ന് പറഞ്ഞപ്പം അന്ന് വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അവിടെ ഉള്ള ഒരു 1-2 ആൾക്കാർ, എനിക്ക് അറിയുന്ന ആൾക്കാർ തന്നെ വിളിച്ച് കണ്ട് നിങ്ങൾ എന്താ പൈസ ഓഫർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ആരോടും പൈസ ഓഫർ ചെയ്തിട്ടില്ല, മനസ്സിലായോ? അത് ഈ പറയണ ഇപ്പം ലാസ്റ്റ് എടുത്ത മാലിക്കിനാണെങ്കിലും ഓഫറില്ല. ഈ പറയണ എന്താടാ നമ്മൾ മറ്റേ കൊച്ചാപ്പിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും പൈസ കൊടുക്കുന്നില്ല, മനസ്സിലായോ? പ്രൂഫ് ഉണ്ട്. ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ഇത് പറഞ്ഞതിൻ്റെ വോയിസ് റെക്കോർഡ് ഉണ്ട്. പക്ഷെ ഞാനത് കാണിക്കാൻ നമുക്ക് താല്പര്യമില്ല. ആ വോയിസ് റെക്കോർഡിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചതിൻ്റെ വോയിസ് റെക്കോർഡിൻ്റെ ടൈം ഫ്രെയിമും ലെങ്ത്തും ഉള്ള ഒരു വോയിസ് റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് ഞാൻ പ്ലേ ചെയ്യൂല. പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയണ എന്താണോ അതാണ് എനിക്ക് അത്രേ ഞാൻ സത്യം പറയണുള്ളൂ. അല്ലാതെ അത് വിശ്വസിക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക. അത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ട് അത് പറഞ്ഞ ആളിനും അറിയാമല്ലോ. അഥവാ അത് ഇനി വേറൊരു കോൺട്രവേഴ്സിക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് വേറെ രീതിക്ക് കൊണ്ടുപോകാനോ എനിക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് KVനോട് പേഴ്സണലി ഒരു ഹെയ്റ്റോ ദേഷ്യമോ ഒന്നുമില്ല. KVയുള്ള എല്ലാവരോടും നമുക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ KVനോട് ഒരു കാര്യം പറഞ്ഞതേനു, നിങ്ങളെ പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്താണ് നമ്മൾ കൊണ്ടുപോകില്ല എന്നുള്ളത്. അതിൽ പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, കോർണറിനെ വിളിക്കുന്നതിന് മുമ്പ് KVയുള്ള ആരോടും നമ്മൾ ചോദിച്ചില്ല. കാരണം അത് ചോദിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയില്ല. കാരണം ചോദിച്ചാൽ ഇവർ പറ്റൂല എന്ന് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടും കൂടിയാണ് സത്യം പറഞ്ഞാൽ ചോദിക്കാഞ്ഞത്. കാരണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നമുക്ക് ക്വാർട്ടർ. അതുകൊണ്ട് ക്വാർട്ടറിനെ ഞാൻ ഗ്യാങ്ങിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട്, എൻ്റെ ഗ്യാങ്ങിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഇത് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഓരോട് ചോദിച്ചില്ല. സത്യതാണ്. അത് ക്വാർട്ടർ ഇറങ്ങുകയാണ്, KVന്ന് ഇറങ്ങുകയാണല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനത് വിളിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും KVയെ നിൽക്കുന്ന ഒരു പ്ലെയറിനെ ഞാൻ വിളിച്ചിട്ടില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഓനെ വിളിച്ചു. ഓന് വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അത് പക്ഷെ ഓൻ അവിടെ പോയി പറഞ്ഞപ്പം ഓൽക്കത് വിടാൻ താല്പര്യമില്ല എന്നുള്ളത് ഓൻ ഇവിടെ വന്ന് നമ്മളടുത്ത് പറയുന്നതിന്റെ ക്ലിയർ കട്ട് വോയിസ് നമ്മളടുത്തുണ്ട്. അതെന്തന്നെയാണെന്നുണ്ടെങ്കിലും ഇതില് നമുക്ക് എന്താ വെച്ചാൽ കുറെ വലിച്ചു നീട്ടി ഇതൊരു വലിയൊരു ഇതിക്ക് കൊണ്ടുപോകാനൊന്നും നമുക്ക് താല്പര്യമില്ല, മനസ്സിലായില്ലേ? ഇത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പാവം അത് അറ്റ് എൻഡ് അത് കാസ്ട്രോക്ക് ഇതിലൊന്നും അറിയാതെ പാവം ബലിയാടാവാൻ പോകുന്നത് ആ കാസ്ട്രോ, മനസ്സിലായോ? കാസ്ട്രോ VCയിൽ പോലും ഇല്ല. കാസ്ട്രോക്ക് പേഴ്സണലി ഞങ്ങളൊക്കെ എനിക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു ആളാണ് കാസ്ട്രോ എന്ന് പറയുന്നത്. അതുകൊണ്ട്
വെറുതെ ഈ മെമ്പേഴ്സ് എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ആ കാസ്ട്രോ വെറുതെ ഓനായിട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് പേഴ്സണലി താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളത് സംസാരിക്കാനും നമുക്ക് താല്പര്യമില്ല. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡ് റെബലിൻ്റെ RP ഗ്യാങ് അപ്ഡേറ്റ് എന്നുള്ള ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ളി ഡിസ്മാൻഡിൽ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എക്സ്ലാൻഡിസ് കയറുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അത് നടക്കത്തില്ല. TVയിലെ കുറച്ച് പിള്ളേർ സെറ്റിലുള്ള ആർക്കൊക്കെ എപ്പോഴും ഇവിടുത്തെ ആർക്കൊക്കെ ആയിട്ട് സീനുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ലാസ്റ്റ് സംസാരിച്ചപ്പോഴും അറിഞ്ഞത്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ കയറുന്ന കാര്യം എന്തായാലും നടക്കത്തില്ല. ആൻഡ് കറൻ്റ്ലി നമുക്ക് കളിക്കുന്ന കാര്യത്തിൽ സെർവറിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ ഡിമെൻസിറ്റി കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആണ്. ആൻഡ് രണ്ടാമത്തെ സെർവർ എന്ന് പറഞ്ഞാൽ KKPP ആയിരുന്നു. KKPPയിൽ ഇപ്പോൾ പ്ലെയർ കൗണ്ട് ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ചിലപ്പം ഒരു 2 ഗ്യാങ്സ് വാറെടുക്കുന്ന ആൾക്കാർ എത്രയുണ്ടോ അത്രയും ആൾക്കാരായിരിക്കും കാണുന്നത്. പിന്നെ അഡ്മിൻസ് അത്രയും പേരൊക്കെ ആയിരിക്കും ചില സമയത്ത് കാണുന്നത്. അപ്പോൾ ആൻഡ് അത് കംപ്ലീറ്റ്ലി PVP ഫോക്കസ്ഡ് മാത്രമായിട്ടുള്ള രീതിയിലുള്ളൊരു സെർവറാണ്. അപ്പോൾ അവിടെ RPയും കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റത്തില്ല. ആൻഡ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഡെയിലി എന്നും വാറ് മാത്രം ലൈവ് ഇടുന്നതും ഇതൊന്നും എനിക്കത് സെറ്റാവുന്ന എനിക്ക് അങ്ങനത്തെ ടൈപ്പ് എന്നും വാറ് മാത്രം POV ഇടുന്ന ആളല്ലായിരുന്നു. പണ്ടോട്ടെ ഞങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ലൈവ് ഇടുന്ന സമയത്താണെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അകത്ത് വേറൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ പേർക്ക് വേറെ ഗ്യാങ്ങിൽ നിന്നൊക്കെ കുറേ ചാൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലായില്ല അതും കൂടി ദിവസം ഇല്ലാതാക്കുന്ന പോലെ. ഇപ്പോൾ നമ്മൾ ഈ ഹോൾഡ് ഓൺ ചെയ്ത് നിന്നിട്ട് ഒന്നും ലാസ്റ്റ് അതിനൊന്നൊരു യൂസ് ഇല്ല എന്നുള്ളതാണെങ്കിൽ അത് പിന്നെ ശോകമാവും. അപ്പം വെറുതെ ഒരു പ്രശ്നം ഇനി മനസ്സിലായില്ലേ. എനിക്കിനി വയ്യ, എനിക്ക് ഒന്നിനും വയ്യ, ഒരു പ്രശ്നത്തിനൊന്നിനും വയ്യ കേസ്. അപ്പം ഇതിൻ്റെ അകത്ത് ഫൈനൽ ഡിസിഷൻ ഇതാണ്. സോ നമുക്ക് ഇനി എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം നടക്കത്തില്ല. സോ നമ്മൾ ഒഫീഷ്യലി ഗ്യാങ് ഡിസ്മാൻഡിൽ ചെയ്യുകയാണ്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള കുറേ നല്ല പ്ലെയേഴ്സ് ഉണ്ട്, കുറേ പൊട്ടൻഷ്യലുള്ള കുറേ പ്ലെയേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഗ്യാങ്ങിൻ്റെ അകത്ത്. അവർക്ക് കിട്ടുന്നൊരു ഫ്യൂച്ചറും കൂടി ഇനി ഇല്ലാതെ ആക്കാനായിട്ട് കളയാൻ താല്പര്യമില്ല. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡയോസ് എന്നുള്ള രീതിയിൽ വന്നിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ അച്ചീവ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ലൈക്ക് ഒരു ഷോർട്ടായിട്ടുള്ളൊരു സ്ട്രീമിൽ വന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ നിർത്തേണ്ട ഒരു രീതിയിലാണ് ഇപ്പം ഗ്യാങ് നിർത്തുന്നത്. പക്ഷേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.